ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ 2 വെജിറ്റേറിയൻ ഡിഷസാണ്. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയതിൻ്റെ ചെറിയൊരു വ്ളോഗും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഞാനൊരു കറിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതും കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം മതി, ചെറിയ ജീരകം, അതൊന്ന് ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടൊരു 5-6 അല്ലി വെളുത്തുള്ളി കീറിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് വഴറ്റി അതിൻ്റെ അകത്തോട്ട് 2 പച്ചമുളകും ഇട്ടു. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ഇടാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആദ്യം ഇട്ടു. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എണ്ണയ്ക്കകത്ത്. എന്നിട്ട് ഇതെന്തോരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 2 സ്പൂൺ ഉണ്ടാവും, 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും പരിപ്പ്. ഇതിന് പകരമായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പും എടുക്കാം കേട്ടോ. ചെറുപയർ പരിപ്പം വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് അത് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഞാനൊരു സ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് തിള വന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിന് ഹോളിലൂടെ കാറ്റ് വന്ന ശേഷം മാത്രം വിസിലിട്ട് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. ഇന്നത്തെ നമ്മളുടെ ഫുഡ് അപ്പമാണ്. ഞാനിവിടെ കള്ളപ്പമാണ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെനിക്ക് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, അപ്പത്തിന് അരച്ച് വെക്കുന്ന മുഴുവനായിട്ട് അരിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ട് 8 മണിക്കൂർ അത് ചുമ്മാ വെള്ളത്തിൽ ഒഴിച്ചു വെച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് ഒഴിച്ചു വെച്ചിട്ട് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിപ്പം തേങ്ങാവെള്ളം എനിക്ക് കിട്ടിയായിരുന്നു. ആ തേങ്ങാവെള്ളത്തിൻ്റെ അകത്ത് ഈസ്റ്റും പഞ്ചസാരയും അരി തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ വെച്ചത്. എന്നിട്ട് 8 മണിക്കൂർ കഴിഞ്ഞ് അരച്ചിട്ട് ഞാൻ പുറത്തൊട്ടും വെച്ചില്ല, ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്ത് ചുടുക ചെയ്തത്. ഇതിപ്പം കള്ളപ്പം ചൂടുന്ന പോലെ 3 എണ്ണമായിട്ട് ഇങ്ങനെ, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂടാം കേട്ടോ. ഇത് കുറച്ച് കട്ടിയിലായിരുന്നു അരച്ചപ്പം. കള്ളപ്പം പോലെ ചുടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കള്ളപ്പം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരയ്ക്കും. ഇവിടെ ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് ചുട്ടെടുക്കുക. മറിച്ചും തിരിച്ചിട്ട് മൂടി വെച്ച് തന്നെ ചുട്ടെടുക്കുക. കാരണം ഇത് കട്ടിയിലായതുകൊണ്ട് മൂടി വെച്ചില്ലെന്നാണ്, ചിലപ്പോൾ ഉള്ളു വേവില്ല. അതുകൊണ്ട് അന്നേരത്തേക്ക് നമ്മളുടെ കുക്കറിൻ്റെ അകത്ത് വിസിലൊക്കെ പോയി എല്ലാം അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെന്നാണ്, കറി റെഡിയായി. ഇത് പ്രത്യേകിച്ച് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കടുക് പൊട്ടിക്കാനോ ഒന്നുമില്ല. ഉപ്പ് മാത്രം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയേക്കുക. മൊത്തം ഇതിൻ്റെ അകത്ത് നമ്മൾ പരിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇത് ഞാനൊരു 3 വിസിലടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അന്നേരത്തേക്ക് ആ പരിപ്പെല്ലാം നന്നായിട്ട് അതിനകത്തോട്ട് വേകും. അതിൻ്റെ അകത്ത് കാണാനൊന്നും കിട്ടില്ല. അങ്ങനെ അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് സിയയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ അവളെ കൂട്ടിയിട്ട് ബുർജുമാൻ മോളിൽ പോയി കഴിഞ്ഞാൽ മേലെ പിള്ളേരുടെ പ്ലേയിങ് ഏരിയ ഉണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കോയിനിട്ട് ഇത് പാട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവക്കത് പേടിയാണ്. ഇവക്ക് ചുമ്മാ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് അവളായിട്ടേ അത് ഓടിക്കണം. അല്ല, അതിൻ്റെ അകത്ത് കോയിനിട്ട് അത് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് നേരെ ബേക്കൻ റോബിൻസിൽ വന്നു. അവിടെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം യൂണിക്കോണിൻ്റെ അവിടുത്തെ ഇതേ സ്ഥാനത്ത് തന്നെ ഡൈനോസറിൻ്റേതുണ്ട്. അങ്ങനെ പിള്ളേർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല ഷേപ്പിലും കാര്യത്തിലൊക്കെ ഉള്ള ഐസ്ക്രീംസ്. അതായത് ഇത് കഴിക്കുകയും ചെയ്യാം. ഇത് മറ്റേ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് കളറ് കയറ്റി ഷേപ്പാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഷിയയുടെ ആഗ്രഹം അനുസരിച്ച് അവൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് കുറച്ച് നേരം പുറത്തുകൂടെ ഒക്കെ കറങ്ങി അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ന്യൂഡിൽസ്, വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് ആക്കാൻ വേണ്ടിയിട്ടാണ് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മഞ്ഞ ശരിക്കും അതിൻ്റെ അകത്ത് മിക്സായി വരണം, അതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിൽ, അതായത് അടി കട്ടിയുള്ള പാത്രമായിരിക്കണം, എന്നാൽ പിന്നെ നല്ല ചൂടും വരുന്നതായിരിക്കണം.
അങ്ങനെ ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ആ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നത് ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊന്നത് തിക്കായി വരുമ്പോഴത്തേക്കും സൈഡിൽ നിന്നൊന്നും കൂടെ ഇളക്കി അത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾഡ് ആക്കി എടുക്കണം. സ്ക്രാമ്പിൾഡ് എഗ് ആക്കുമ്പോൾ സാധാരണ അതിൻ്റെ അകത്ത് പാലൊഴിക്കും എന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ നൂഡിൽസിനായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 2 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇടുക. കാരണം എന്നാൽ മാത്രമേ നൂഡിൽസിൻ്റെ അകത്ത് ആ ഉള്ളി കിടക്കുന്നത് കാണുമ്പം ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കൂണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടേക്കുക. കാരണം കൂണാണ് വെജിറ്റബിൾസിൽ കുറച്ച് വേവ് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം കൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്തു. അതിൻ്റെ ഒപ്പം തന്നെ ബ്രൊക്കോളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഇതിന് മുന്നത്തെ ആ മുട്ടയ്ക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ റെഡ് ക്യാപ്സിക്കം എടുത്തത്. അതിൻ്റെ ഒപ്പം ഇതിപ്പോൾ 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും 1 സ്പൂണ് ലൈറ്റ് സോയ സോസുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ആക്കുക. അതിനുശേഷം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതെങ്ങനെയാണ് വേവിച്ചതെന്ന് ഞാൻ കാണിക്കാത്തത്. അറിയാലോ, അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്കത് റെഡി ആയിട്ട് കിട്ടും. അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ തവി മാറ്റി ഒരു ഫോർക്ക് എടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. 2 സൈഡിൽ നിന്ന് എടുത്തെടുത്ത് മിക്സ് ആക്കി കൊടുക്കണം. ഇതാണ് നമ്മൾ റെഡിയാക്കിയ നൂഡിൽസ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചാൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും നമ്മൾ വാങ്ങില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.